സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ അടിപൊളി ഒരു അവിയൽ തയ്യാറാക്കാം. ഞാനിവിടെ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയായിട്ടും വളരെ പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാം. കഷ്ണങ്ങളെല്ലാം നീളത്തിലും കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. ഇനി ഒരു കടായിലേക്ക് അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചേന അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും പടവലങ്ങ, ബീൻസ്, പച്ചപ്പയർ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ, പച്ചക്കായ, വഴുതനങ്ങ. ഇതിൻ്റെ കൂടെ നമുക്ക് കോവയ്ക്കായോ വെട്ടിയാമ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു തണ്ട് കരിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓൺ ചെയ്ത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ വേകുന്ന സമയം നമുക്ക് അരപ്പിനായി അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും, കുറച്ച് ചുമന്ന ചെറിയ ഉള്ളിയും, 3 പച്ചമുളകും, 1 തണ്ട് കരിവേപ്പിലയും, അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇനിയിപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല പുളിയുള്ള കട്ട തൈര് 2-3 സ്പൂൺ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഇളക്കി കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. 2 തണ്ട് കരിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ഈസി അവിയൽ ഇവിടെ റെഡിയായി.